ഡോക്ടർ മോഹൻ റോയ്, ഇവിടെ ഇപ്പോൾ എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു ഈ പ്രതി എന്നത് പഞ്ചായത്ത് അംഗം കൂടിയായ ഈ വിഷയങ്ങളിലൊക്കെ ഇടപെട്ടയാൾ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റ് വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന, സമൂഹത്തിൽ എല്ലായിടത്തും ആക്റ്റീവായി നടക്കുന്ന, പൊതുപ്രവർത്തനമൊക്കെ നടത്തുന്ന ഒരു വ്യക്തി, ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ എത്രമാത്രം അയാൾ ശ്രമിച്ചു എന്നത് സൂചിപ്പിക്കുന്നു. പക്ഷേ വളരെ ഒബ്സസീവ് ആയിരുന്നു ബന്ധങ്ങളിൽ എന്ന് ആവർത്തിച്ചുള്ള അദ്ദേഹത്തിന്റെ ഇടപെടൽ വിവരിക്കുമ്പോൾ എനിക്ക് തോന്നി. താങ്കൾക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? പോലീസിന് മുന്നിൽ പരാതിയായി തന്നെ ഈ വിഷയം എത്തിയിട്ടുണ്ട്, ജനപ്രതിനിധികൾ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ സമൂഹത്തിൽ ഈ സംവിധാനങ്ങളൊക്കെ ഇടപെട്ടിട്ടും ഈ ഒരു ദാരുണ സംഭവം ഉണ്ടാകുന്നതിലേക്ക് എത്താതെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നത് എന്ത് പാളിച്ചയാണ്? ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സാജൻ സാറ് ഇതിൽ നടത്തിയ എല്ലാ ഇടപെടലുകളും അദ്ദേഹത്തിൻ്റെ സതുദ്ദേശത്തെ കാണിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷേ ഈ സതുദ്ദേശത്തിൻ്റെ ഇടയിലും ഈ സംവിധാനങ്ങളൊക്കെ തന്നെ മിസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നത് നിർഭാഗ്യവശാൽ ഇതിലെ മാനസിക വശമാണ് എന്ന് പറയാതെ വയ്യ. കാരണം നമുക്കൊന്ന് ആലോചിക്കാം, ഒരു വ്യക്തിക്ക്, ഏതൊരു വ്യക്തിക്കും നെഞ്ചിൻ്റെ ഇടതുഭാഗത്തൊരു വേദന വരികയും അത് കഴുത്തിലേക്ക് വ്യാപിക്കുകയും ശരീരം വെട്ടിവിറക്കുകയും ചെയ്താൽ അത് ഹൃദ്രോഗമാണെന്നും ചികിത്സ ആവശ്യമുള്ള കാര്യമാണെന്നും ഒരാശുപത്രിയിൽ എത്തിക്കണമെന്നും അറിയാവുന്നതാണ്. തന്നെ മിസ് ചെയ്യുന്നത് തന്നെ ശക്തമായ ഒരു തലവേദന ഉണ്ടായിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കാതെ തലവേദന ഒരു BP-യുടെ ലക്ഷണമാകാമെന്ന് കരുതിയിട്ട് അവരെ ചികിത്സ എടുക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിലനിൽക്കെയാണ് നമുക്ക് ഇദ്ദേഹം പറഞ്ഞ, ഞാൻ ബഹുമാനപ്പെട്ട സാജനോട് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഓരോന്നായിട്ട് എടുത്ത് ഞാൻ വിശകലനം ചെയ്യുകയാണെന്ന് ദയവായി അങ്ങ് തെറ്റിദ്ധരിക്കരുത്. ഒരു മനോരോഗ ചികിത്സാ വിദഗ്ധൻ രീതിയിൽ എനിക്ക് താല്പര്യമുണ്ടെത്തിയ ചില കാര്യങ്ങൾ ഞാനൊന്ന് സൂചിപ്പിക്കുക മാത്രമാണ്, അങ്ങ് പറഞ്ഞതിനെ അടിസ്ഥാനമാക്കി. കാരണം ഇത് പൊതുവെ ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ പൊതുവെ മനോരോഗ ചികിത്സാ വിദഗ്ധന്മാർ കാണാത്ത രോഗികളെ കുറിച്ചൊക്കെ അഭിപ്രായം പറയാമോ എന്നുള്ള ഒരു നൈതികതയുടെ പ്രശ്നമുണ്ട്. പക്ഷേ അതിൽ തന്നെ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും നടന്നു വരികയും നമ്മുടെ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യത്തെ ടൈമിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരികയും അപ്പോഴൊക്കെ തന്നെ അതിലൊരു പൊതുജന താല്പര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇനിയും ഒരു ക്രൈം നടക്കാനുള്ള സാധ്യത കുറയ്ക്കാനെങ്കിലും ഈ ചർച്ചകൾ സഹായിക്കാമെങ്കിൽ അത് പറയാമെന്നുള്ള തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, അദ്ദേഹം മുഴക്കിയിരുന്ന ഒരു ആത്മഹത്യാ ഭീഷണിയെക്കുറിച്ച്. നോക്കൂ, ഇതൊരു വയലൻസാണ്. ആത്മഹത്യാ ഭീഷണി എന്ന് പറയുന്നത്, ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നത് ഒരു വയലൻസ് എന്നിലേക്ക്, അതിൻ്റെ മാനസിക ഭാഷയിലെ ഇൻട്രോജക്റ്റഡ് വയലൻസ്, ഉള്ളിലേക്കെടുത്ത അക്രമ പ്രവണത എന്ന് പറയും. അത് പുറത്തേക്കെടുക്കുമ്പോഴാണ് ഒരു കൊലപാതകത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റെ കാരണമായ ഒരാളെ വേണമെങ്കിൽ ഇല്ലാതാക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ നമ്മുടെ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്തതിലെ അത് തീർച്ചയായും അതൊരു പാളിച്ച എന്നതിനപ്പുറം മാനസിക രോഗത്തെക്കുറിച്ചുള്ള ഒരു അവബോധത്തെ സംബന്ധിച്ച ഒരു കുറവായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇത് പോലീസിന്റെ അടുത്ത് എത്തുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഇത് പറഞ്ഞങ്ങ് ഒത്തുതീർക്കുകയാണ്. നോക്കൂ, ഒത്തുതീർപ്പ് കഴിഞ്ഞിട്ട് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഇതിൽ പ്രാഥമികമായ ഒരു ഉത്തരവാദിത്വം, ഒരു ചികിത്സാ ഒരു ഹൃദ്രോഗ ചികിത്സാ സംവിധാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു പരാതിയും അതിന്റെ അന്വേഷണവും ഉണ്ടാകുമല്ലോ എന്ന് പറയുന്നത് പോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം, ഒരു ക്രമസമാധാന പ്രശ്നം, അതിന് ഒരു മാനസിക തലം ഉണ്ടെന്നും ആ മാനസിക തലത്തിൽ ഇടപെടേണ്ട സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് എന്നുമുള്ള ഒരവബോധം നമ്മുടെ സംവിധാനങ്ങൾക്ക് ഇല്ലാതെ പോയോ? പോലീസുകാർ ചെയ്തത് ഉൾപ്പെടെ അവരുടെ ഒരു നല്ല കാഴ്ചപ്പാട് ഇത് കൂടിച്ചേർന്ന് പോകട്ടെ എന്ന് വിചാരിച്ചായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അങ്ങനെ വരുമ്പോഴും ശാസ്ത്രീയമായ ഒരു വിശകലനവും പറ്റും. അതിൽ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്കൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇനി വന്നാൽ ഒരു കൗൺസിലിംഗ് നടത്താമെന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താ ഇനി വന്നില്ലല്ലോ സർ, അവരിപ്പോ ഇല്ലല്ലോ, ഇതിൽ ആർക്കാ നമ്മൾ കൗൺസിലിംഗ് നടത്താൻ ഉദ്ദേശിക്കുന്നത്? അപ്പൊ അവർ പോയി കഴിഞ്ഞു. എന്തുകൊണ്ട് ഇവർ ഇതിനെക്കുറിച്ച് ആദ്യം ആലോചിക്കുന്നില്ല? ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ടുന്ന ഓരോ വ്യക്തിയും, സാമൂഹ്യ പ്രവർത്തകരും ജനപ്രതിനിധികളും ഒക്കെ യഥാർത്ഥത്തിൽ ഇതിന്റെ ആദ്യ തലത്തിൽ തന്നെ ഇടപെടാൻ ഭാഗ്യം ലഭിക്കുന്നവരാണ്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും എല്ലാ വിഷയങ്ങളും ഒന്നും അറിയണമെന്നില്ല. അദ്ദേഹത്തിന്റെ ആ നല്ല മനസ്സിനെ ഇടപെടാൻ കാണിച്ച ആ സാമൂഹ്യ പ്രതിബദ്ധതയെ ശ്ലാഘിക്കുമ്പോഴും എനിക്ക് ഇങ്ങനെ പറയാതെ. പിന്നെ ഇതിൽ നമ്മൾ ഈ ഇദ്ദേഹത്തിന്റെ ബഹുമാനപ്പെട്ട സാജൻ തന്നെ പറഞ്ഞ അദ്ദേഹത്തിന്റെ ചില സ്റ്റേറ്റ്മെന്റുകൾ ഞാനൊന്ന് പരിശോധിക്കുക. അപ്പൊ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്.
ഉപദേശരൂപേണ അദ്ദേഹം പറഞ്ഞതാണ് ഭാര്യയുടെ ഒരു സംരക്ഷണമായിരുന്നിരിക്കും അദ്ദേഹത്തിന്റെ ലക്ഷ്യം, കെയറിങ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രധാന കാര്യവും. അദ്ദേഹം പറഞ്ഞത് ഇവിടെ ധാരാളം ചെറുപ്പക്കാരൊക്കെ ഉണ്ട്, നീ വലയിൽ വീഴരുത്. അത് കാല് പിടിച്ച് തന്നെ പറഞ്ഞു എന്നാ പറഞ്ഞത്. നോക്കൂ, ഇതെനിക്ക് തോന്നുന്നു മാളവിക മേഡത്തിന്റെ ചിരി എനിക്ക് ഇവിടുന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ന്യൂജൻ പിള്ളേരോടൊന്ന് ചോദിച്ചാൽ അവർ കൃത്യമായി പറഞ്ഞു തരും സാർ ഈ കെയറിങ് എന്താണെന്ന്. ഈ കെയറിങ്ങിന്റെ പുറകിലുള്ള ഒരു വ്യക്തിയുടെ മാനസിക നില എന്താണെന്നുള്ളത് ഇപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ വ്യാപകമായി ഇത്തരം കെയറിങ് ഉള്ളവരെ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കെയറിങ്ങിന്റെ പുറകിലൊക്കെ തന്നെ എന്തെങ്കിലും മറ്റു വശങ്ങൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയും അത് ഈ സംവിധാനത്തിൽ ഉൾപ്പെടെ ഉള്ളവർക്ക് മനസ്സിലാകുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. അങ്ങനെ വന്നില്ലെങ്കിൽ സംഭവിക്കാവുന്ന ഒരു ദുരന്തത്തിലേക്കാണ് ഇപ്പൊ അദ്ദേഹം വളരെയേറെ അദ്ദേഹത്തിന്റെ ആ കുട്ടിയോടുള്ള ആ ഒരു താങ്കൾ വിശദീകരിച്ചു. ഞാൻ മറ്റു അതിഥികളിലേക്ക് പോയതിനു ശേഷം രണ്ടാം ഘട്ടത്തിൽ താങ്കളിലേക്ക് എത്താം.